ഒരു ആനയും ഒരു കുട്ടിയും. 5 മണി ക്ലോസ് റോഡ്, 5 o'clock ക്ലോസ്. വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പതിവുപോലെ നമ്മളൊരു വീക്കെൻഡ് റൈഡിന് ഇറങ്ങിയതാണ്. സമയം ഏകദേശം 10 മണിയായി. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിലാണ്. ചന്നപട്ടണം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വേറെ എങ്ങോട്ടുമല്ല, മസിനഗുഡിക്കാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. എന്തായാലും ഞാൻ ഈ റൂട്ടിൽ ഇനിയിപ്പോൾ അധികം വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇത് ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് എക്സ്പ്രസ് വേ. അൺഫോർച്ചുനേറ്റ്ലി 2 വീലേഴ്സ് ബാൻഡാണ്. അതുകൊണ്ട് നമ്മൾ സർവീസ് റോഡ് പിടിച്ച് അങ്ങോട്ട് പോവുകയാണ്. മൈസൂരിന് ഏകദേശം ഇവിടുന്ന് ഒരു 50-55 കിലോമീറ്റർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മൈസൂരൊക്കെ കഴിഞ്ഞിട്ട് കാണാം. നമ്മൾ മൈസൂർ എത്തി. മൈസൂരിന് ഒരു 10 കിലോമീറ്റർ മുമ്പ് തോന്നുന്നു ഒരു വലിയൊരു അത്യാവശ്യം ഒരു ട്രാഫിക് ജംഗ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ലെഫ്റ്റ് എടുക്കും. ലെഫ്റ്റ് എടുത്തിട്ട് കുറച്ചുകൂടി ഈ ബൈപ്പാസ് കൂടെയാണ് പോകുന്നത്. നമുക്ക് തിരിയേണ്ട ജംഗ്ഷൻ ആയിരിക്കുകയാണ്. സോ ഇവിടുന്ന് ലെഫ്റ്റാണ് ഊട്ടി നമുക്ക് പോകേണ്ട റൂട്ട്. എനിക്ക് തോന്നുന്നു ഫ്രീ ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഊട്ടി റൂട്ടിലോട്ട് കയറി. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ യാത്ര കാണുമായിരിക്കും മാക്സിമം. അപ്പോൾ മസിനഗുഡിയിൽ ഇന്ന് എത്തിയിട്ട് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു ഏരിയയിൽ കൂടെ ഒരു റൗണ്ട് അടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്ലാൻ. അതായത് മോയാർ വില്ലേജിലോട്ടും പിന്നെ സിംഗാര വില്ലേജിലോട്ടുമുള്ള റൂട്ട് നല്ല അടിപൊളി റൂട്ടാണ്. അത്യാവശ്യം ആനിമൽ സ്പോട്ടിങ് ഒക്കെ കിട്ടുമെന്നാണ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളും പോയി അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഗൈസ്, കബനി നദിയാണ് കേട്ടോ. സോ നമ്മൾ കബനി റിവർ കണ്ടിട്ട് നിർത്തിയാണ്. ഇപ്പോൾ നമ്മൾ നഞ്ചൻഗൂഡ് എത്തി. ഇത്ര പെട്ടെന്ന് എത്തി കേട്ടോ. നഞ്ചൻഗൂഡ് മൈസൂരിന് അധികം ദൂരമില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-15 കിലോമീറ്ററേ ഉള്ളൂ. സോ നഞ്ചൻഗൂഡ്, വെൽക്കം ടു ദക്ഷിണ കാശി നഞ്ചൻഗൂഡ്. ഈ സ്ഥലം ദക്ഷിണ കാശി എന്നാണ് അറിയപ്പെടുന്നത്. ഓൾറൈറ്റ്. കോഴിക്കോട് 190 കിലോമീറ്റർ, ഊട്ടിക്ക് 105 കിലോമീറ്റർ ഇവിടുന്ന്. ഇനി ഇവിടെ നിന്നുള്ള റൂട്ട് അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇപ്പം ഞാൻ പറഞ്ഞ മഴക്കാലം ആയതുകൊണ്ട് നല്ല പച്ചപ്പാണ്. പിന്നെ 2 സൈഡിലും കൃഷിസ്ഥലങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല എന്താ പറയുന്നത്, നല്ല ഗ്രീനറി ആയിട്ടുള്ളൊരു റൂട്ടാണിത്. ഇവിടുന്ന് ലൈറ്റായിട്ടോ ഹെവി ആയിട്ടോ ലഞ്ച് കഴിച്ചിട്ട് പോകുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു ഷോർട്ട് ബ്രേക്ക്. ഞങ്ങൾ ലഞ്ച് കഴിച്ചു, അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. അതിനുശേഷം ഇനിയിപ്പോൾ ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് പോയേക്കാം. ഫുൾ നോർമൽ റോഡ് 2 സൈഡിലും കുറേ അധികം സൂര്യകാന്തി പടങ്ങൾ കാണുന്നുണ്ട്. എനിക്കൊന്ന് ഇതാണ് ഏറ്റവും നല്ല ടൈമെന്ന് തോന്നി ഈ റൂട്ട് വിസിറ്റ് ചെയ്യാൻ. നമ്മുടെ ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ അധികം ബന്ദിപ്പൂ അങ്ങനെയുള്ള എല്ലാ പൂക്കളുടെ കൃഷിയും കൂടെ ഉണ്ടാവും. അതാണ് സീസൺ ടൈം എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ ഓണം ആകുമ്പോഴാണല്ലോ ഇവിടുത്തെ പൂക്കളുടെ കച്ചവടമൊക്കെ അതിൻ്റെ പീക്ക് ടൈമിലെത്തുന്നത്.
അങ്ങനെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലോട്ട് കയറുവാണ്. യെസ്, നമ്മുടെ യാത്രയിൽ ആദ്യത്തെ ടൈഗർ റിസർവിലോട്ട് കയറി. ഇതിപ്പോൾ ഞാൻ അവസാനം വന്നതിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കും എന്താ പറയുന്നത്, ഫുള്ളൊരു ബ്രൗൺ നിറത്തിലാവും, ഒരു വേനലിൻ്റെ പ്രതീതിയായിരുന്നല്ലോ ഡിസംബറിൽ വന്നിട്ട്. ഇതിപ്പോൾ നല്ല മഴക്കാലത്ത്, അതായത് ഇപ്പോൾ ജൂലൈ മാസമാണ്, നല്ല ഫുൾ പച്ചപ്പാണ്. പക്ഷേ നമുക്ക് ആനിമൽ സൈറ്റിങ് കിട്ടുമെന്ന് ഡൗട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് മൃഗങ്ങളങ്ങനെ പുറത്തേക്ക് വരാൻ ചാൻസ് കുറവാണ്. വെച്ചാൽ ഇപ്പോൾ അവർക്കുള്ള ഫുഡും സംഭവങ്ങളൊക്കെ അവർക്ക് കാട്ടിനുള്ളിൽ തന്നെ കിട്ടും. സാധാരണ മൃഗങ്ങൾ പുറത്ത് വരുന്നത് കാട്ടിനുള്ളിൽ എന്തെങ്കിലും വെള്ളത്തിന് ക്ഷാമം വരുമ്പോഴൊക്കെയാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. നമ്മളിപ്പം ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഇവിടെ കുറേ ഫോറസ്റ്റ് കോട്ടേജസ് ഒക്കെ ഉള്ള സ്ഥലത്തെത്തി. ഇതിനകത്ത് കുറേ കോട്ടേജസ് ഉണ്ട്. നമുക്ക് മുതുമല ടൈഗർ റിസർവ് .com മറ്റോ കയറി നമുക്ക് ബുക്ക് ചെയ്യുന്നതാണ്. ഒരു കിടിലൻ സ്റ്റേ ആണ്. ഞാൻ ആദ്യം ഇവിടെ നോക്കിയത്, മുതുമലയും പോട്ടെ, ബന്ദിപ്പൂർ ടൈഗർ റിസർവ് .com സൈറ്റിൽ കയറി നമുക്ക് ബുക്ക് ചെയ്യുന്നതാണ്. കുറച്ചധികം കോട്ടേജസ് ഉണ്ട്. അത് ലക്ഷറി ഒന്നുമില്ല, പക്ഷേ ഇപ്പോൾ കാട്ടിനുള്ളിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും കാടിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയൊരു നല്ലൊരു ഓപ്ഷനാണ്. ഇതിപ്പോൾ കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള സ്ഥലമാണ്. ഇനി നമ്മൾ ചെല്ലുന്ന മുതുമല തമിഴ്നാടിൻ്റെയാണ്. അപ്പോൾ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതുപോലെ ഫോറസ്റ്റ് കോട്ടേജസ് സ്റ്റേ അവൈലബിൾ ആണ്. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് അവരുടെ സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യത്തെ സ്പോട്ടിങ്, ഇഷ്ടംപോലെ മാൻകൂട്ടങ്ങൾ, മാനെങ്കിൽ മാൻ. ഫ്രണ്ടിലൊരു മയിലിനെ കാണുന്നുണ്ട്. പെൺമയിലാണ്, ആൺമയിലിനാണല്ലോ കൂടുതൽ ഭംഗി. ഗൈസ്, ഫൈനലി ആനയെ കണ്ടു. ഒരു ആനയും ഒരു കുട്ടിയും. കൊള്ളാം. കിട്ടിയ നൈസ്. യെസ്. അങ്ങനെ വളരെ നാൾക്ക് ശേഷം ഞാൻ ബൈക്കിൽ പോകുമ്പോൾ അല്ല, എത്ര വർഷം, 2, 3, 4 വർഷത്തിന് ശേഷം കണ്ടാണ് ബൈക്കിൽ പോകുമ്പോൾ ഞാൻ ആനെ കാണുന്നത്. അടിപൊളി. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പുല്ലൊക്കെ തിന്നിരിക്കുന്നു. നമ്മൾ ജസ്റ്റ് ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് നിർത്തി 2 വീഡിയോ എടുത്തു. ഹാപ്പി. നമ്മളങ്ങനെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിഞ്ഞു. തരക്കേടില്ലാത്തൊരു യാത്രയായിരുന്നു ബന്ദിപ്പൂരിലൂടെ. ഇനി നമ്മൾ കർണാടക സ്റ്റേറ്റ് വിട്ട് തമിഴ്നാട്ടിലോട്ട് കയറുകയാണ്. തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള മുതുമല ടൈഗർ റിസർവ്. സോ ഇതെല്ലാം ഒരൊറ്റ ഫോറസ്റ്റാണ്. ഓരോ സ്റ്റേറ്റിലോട്ട്, പക്ഷേ ഓരോ സ്റ്റേറ്റിലോട്ട് കയറുമ്പോഴത്തേക്കും ആ ഒരു പേരങ്ങോട്ട് മാറുന്നു. സോ ഈ ബ്രിഡ്ജ് കഴിഞ്ഞാൽ തമിഴ്നാട്. NH-67. വാവ്. വെൽക്കം ടു തമിഴ്നാട്, മുതുമല ടൈഗർ റിസർവ്. പക്ഷെ മുതുമല ബന്ദിപ്പൂരിനേക്കാളും കുറച്ചും കൂടി ഒരു പച്ചപ്പ് കൂടുതലുണ്ടായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അന്ന് ഡിസംബറിൽ വന്നപ്പം ബന്ദിപ്പൂർ കുറച്ചൊരു ഡ്രൈ ഫോറസ്റ്റ് ആയിട്ട് നിൽക്കുമായിരുന്നെങ്കിലും മുതുമല കയറുമ്പം അത്യാവശ്യം നല്ലൊരു പച്ചപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് വന്നപ്പോഴത്തേക്കും വീണ്ടും കുറേ കൂടെ ഒരു മഴ കഴിഞ്ഞതിൻ്റെ ഒരു പച്ചപ്പ് നല്ല രീതിയിൽ. റോഡ് അടിപൊളി. ദേവണ്ട അവിടെ മാൻകൂട്ടം. സോ ലെഫ്റ്റാണ് നമുക്ക് മസനഗുഡി. മുതുമലി ടൈഗർ സഫാരിയുടെ രജിസ്ട്രേഷനെ കൂടിയാണ് കേട്ടോ ആ കാണുന്നത്. സോ നമ്മൾ മസനഗുഡി റൂട്ടിലോട്ട് കയറി. ഇതിലെ മസനഗുഡി വഴി ഊട്ടിക്ക് പോകാം. മറ്റേ നേരെ പോയി കഴിഞ്ഞാൽ ഗൂഡല്ലൂർ വഴി ഊട്ടി. ഇതാണ് മോയാർ റിവർ. അപ്പോൾ ഇവിടെ ചെറിയൊരു കഫ്റ്റീരിയ ഒക്കെ ഉണ്ട്. അത്യാവശ്യം സ്നാക്സും ചായയോ അങ്ങനെ എന്തോ ലഘുഭക്ഷണങ്ങളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ തിരിച്ച് നേരെ മസനഗുഡിക്ക് പോവാണ്. ഇവിടുന്ന് എനിക്കൊന്ന് 6 കിലോമീറ്റർ മറ്റേ ഉള്ളതെന്ന് തോന്നുന്നു. ഈ പാലം നല്ല മഴയുള്ളപ്പോഴത്തേക്കും
ഫുള്ള് വെള്ളം കയറി കിടക്കുമായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡൗട്ടിലാണ് വന്നത്. ഇനി എങ്ങാനും വല്ല മഴയും പെയ്ത് ഈ പാലം ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു, നമ്മൾ അവിടുന്ന് തിരിച്ചു പോകേണ്ടി വരും. അങ്ങനെ നമ്മൾ മസിനഗുഡിയിലേക്ക് കയറുവാണ്. ഹൈ, മുതുമലൈ ടൈഗർ റിസർവിൻ്റെ മസിനഗുഡി റേഞ്ച്. കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു മാൻകൂട്ടൊക്കെ ക്രോസ് ചെയ്ത് പോയായിരുന്നു. ശരി ശരി ശരി. യെസ്, ഫൈനലി നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് കയറി ചെക്കിനൊക്കെ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ ഇത് ഫുള്ള് പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാം. എനിക്കൊന്ന് 6 റൂമിലും കൂടെ ഒരു 18-20 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടെറസ് ഒന്ന് കയറി കണ്ടിട്ട് വരാം. മസനഗുഡി ടൗൺ ആ ഒരു ഏരിയയിലാണ് കേട്ടോ, ഇതിൻ്റെ പുറകിൽ. അവിടെയാണ് എനിക്കൊന്ന് ഈ ഒരു പ്രോപ്പർട്ടിയുടെ റെസ്റ്റോറൻറ്റ് പാർട്ട് വരുന്ന അവിടെയാണ്, കിച്ചണൊക്കെ. അവിടെ ഒരു കെയർ ടേക്കറൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മാനിനെ കാണാൻ കഴിയുന്നുണ്ട്, തൊട്ടപ്പുറത്താണ്. പക്ഷെ അത് ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ് ഇവിടുത്തെ പുള്ളി പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് സമയം കളയണ്ട, നേരെ വണ്ടി എടുത്തൊരു റൗണ്ട് അടിച്ചിട്ട് വരാം. നമ്മളങ്ങനെ ജസ്റ്റ് ആ സിംഗാര റൂട്ടിലോട്ട് പോവാണ്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ മറ്റേ ഉള്ളൂ. വേറെ ഒന്നും കാണണമെന്നില്ല കേട്ടോ, ജസ്റ്റ് ഒരു റൈഡ്. അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള റൂട്ടാണെന്നാണ് ഞാൻ കുറച്ച് റീൽസിലൊക്കെ കണ്ടിട്ടുള്ളത്. ഇവിടെയും കുറേ അധികം റിസോർട്ട്സും ഒക്കെ ഉണ്ട്. ഈ മിസ്റ്റി വുഡ് ഞങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ അത് എനിക്കെന്തോ ഇന്ന് ഫുള്ളായി പോയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കത് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. ബാറും നിങ്ങൾ മസനഗുഡി വഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ജസ്റ്റ് ഈ സിംഗാര റൂട്ടിലൊരു ചെറിയൊരു യാത്ര നടത്തുക. ഒരു രക്ഷയില്ലാത്തൊരു റൂട്ടാണ് കേട്ടോ. മൊത്തം പച്ചപ്പ്. ഇപ്പോൾ ഈ മഴയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നല്ല പച്ചപ്പും. ഹോം സ്റ്റേയിൽ ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ പോവുകയാണെങ്കിൽ തന്നെ സൂക്ഷിച്ച് പോകണം. മൊത്തം 2 സൈഡും നല്ല കാട് പോലെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതിനിടയ്ക്ക് എന്തൊക്കെ മൃഗങ്ങളുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ശ്രദ്ധിച്ച് പോകണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ റൂട്ടിൽ അത്യാവശ്യം ജീപ്പ് സഫാരി ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിപ്പം ഈ റൂട്ടിലോട്ട് ഇറങ്ങിയത്. ഇവിടെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അങ്ങോട്ട് അണ്ടറിൽ വരുന്നൊരു കോഫി എസ്റ്റേറ്റ് ഉണ്ട്, സിംഗാര കോഫി പ്ലാന്റേഷൻ അങ്ങനെ എന്തോ. അതിനൊപ്പം തന്നെ ഒരു പവർ ഹൗസ് അങ്ങനെ എന്തോ സെറ്റപ്പ് ഉണ്ട്. ഡാം നോ എൻട്രി പവർ ഹൗസ്. ഓക്കെ, ഇവിടം വരെ ഉള്ളൂ. തിരിച്ചോ? പവർ ഹൗസ് ഇതാണ് സിംഗാര റോഡ്. ഡെഡ് എൻഡ് അവിടെ കഴിഞ്ഞു. നമുക്കങ്ങോട്ട് എൻട്രി ഇല്ല. പക്ഷേ നമുക്ക് ഇവിടം വരെ ജസ്റ്റ് ഒരു റൈഡ് വരാം, അതിന് കുഴപ്പമില്ല. നമ്മളിപ്പോൾ സിംഗാര റൂട്ടിൽ പോയ പോലെ തന്നെ അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റ് റൂട്ടാണ് ഈ മോയ ഡാമിലേക്കുള്ളത്. നമുക്ക് അത്യാവശ്യം സൈറ്റിംഗ് കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അത് ഈ 6 മണിക്ക് മുമ്പ് നമുക്ക് അവിടെ പോയിട്ട് തിരിച്ചു വരണം. ഇവിടെ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. വൈകിട്ട് 6 മണിക്ക് ശേഷം നമുക്ക് വണ്ടിയായിട്ട് അങ്ങനെ പുറത്തുനിന്നുള്ളവർ കാണുമെന്ന് അറിയത്തില്ല. അങ്ങനെ വണ്ടിയായിട്ട് നമുക്ക് അങ്ങനെ അധികം ഇറങ്ങാൻ കഴിയില്ല. സോ നമ്മൾ മാക്സിമം 6 മണിക്ക് മുമ്പ് പോയിട്ട് വരാനുള്ള പ്ലാനാണ്. 8.5 കിലോമീറ്റർ. 5 മണി ക്ലോസ് റോഡ്. 5 o'clock ക്ലോസ്. മോർണിംഗ് 6 to evening 5. காலையில 6 மணிக்கு வாங்க. 6 மணிக்கு. சேம் எல்லா ரோடும் சேம் ரூல் தான் இருக்கும். சேம். അപ്പോൾ മോയാർ നമ്മൾ നാളത്തേക്കാക്കി. നാളെ രാവിലെ പോകണം. അതായത് രാവിലെ 6 തൊട്ട് വൈകിട്ട് 5 വരെയാണ് ഈ മോയ ഡാമിൻ്റെ അങ്ങോട്ടുള്ള എൻട്രി. പക്ഷേ ജീപ്പ് സഫാരി എടുക്കുന്നവർക്ക് പോകാൻ തോന്നുന്നു. എനിക്കൊന്ന് ബൈക്കിനായിരിക്കും അലൗഡ് അല്ലാത്തത്. സോ നമ്മളിപ്പോൾ തിരിച്ചു പോവാണ്. നമ്മൾ തിരിച്ച് നമ്മുടെ ഹോം സ്റ്റേയിലെത്തി. അപ്പോൾ ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പോൾ നമ്മുടെ മസനഗുഡി റൈഡിൻ്റെ സെക്കൻഡ് ഡേ ആണ്.
രാവിലെ 7:30 അപ്പം നമ്മൾ രാവിലെ മോയാറിലോട്ട് പോവാണ്. ഇന്നലെ നമുക്ക് അവിടെ പോകാൻ കഴിഞ്ഞില്ല, 5 മണി കഴിഞ്ഞുകൊണ്ട് ബൈക്കിനൊന്നും എൻട്രി ഇല്ലായിരുന്നു. 6 മണി വരെ ജീപ്പിൽ പോവാം. സോ അപ്പോൾ ഇന്ന് രാവിലത്തെ ആദ്യത്തെ പരിപാടി റൈഡ് ടു മോയാർ. ഓക്കെ, മസനഗുഡി ടൗണൊക്കെ ആക്റ്റീവായിട്ട് വരുന്നതേ ഉള്ളൂ. നമ്മൾ എണീറ്റ് വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. ഞാനൊരു 6 മണിയെങ്കിലും കഴിയുമ്പോൾ പോകണമെന്ന് വിചാരിച്ചാണ്. ആ സമയത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് ആനിമൽ സെറ്റിങ്ങിനൊക്കെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. സോ എനിവേസ് അത് കുഴപ്പമില്ല. അപ്പോൾ ഈ സമയത്ത് പോയാൽ എന്തെങ്കിലും കാണാൻ പറ്റും, നോക്കാം. രാവിലെ തന്നെ ജീപ്പ് സഫാരികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ജീപ്പിന് പോവുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ സ്വന്തം വണ്ടി എടുത്ത് പോകണം താല്പര്യമില്ലെങ്കിൽ ജീപ്പ് ഹയർ ചെയ്യാം. അതാകുമ്പോഴത്തേക്ക് അവർക്കറിയാവുന്ന കുറച്ച് പ്ലേസ് ഉണ്ട്, അവരവിടെ എല്ലാം കൊണ്ടുപോയി കറക്കി കാണിച്ചിട്ട് തിരിച്ച് നിങ്ങളുടെ ഹോം സ്റ്റേയിലോ അല്ലെങ്കിൽ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അവിടെ കൊണ്ട് വിടും. ഇനി ഊട്ടി വഴി മാസിനഗുഡി വഴി ഊട്ടിക്ക് പോകുന്നവർക്കാണെങ്കിലും മാസിനഗുഡിയിൽ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കാം. ഒരു 1 hour 2 hour ഒക്കെ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ ജീപ്പിൽ കയറി റൗണ്ടൊക്കെ അടിച്ചിട്ട് തിരിച്ച് പോകാവുന്നതാണ്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ ഏത് ഗ്രാമത്തിലേക്കോ ഏത് വനത്തിനുള്ളിലെ ഗ്രാമത്തിലേക്കോ എങ്ങോട്ട് പോയാലും ഒരു തമിഴ്നാട് ട്രാൻസ്പോർട്ടിൻ്റെ ബസ് എന്തായാലും കണ്ടിരിക്കും. അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സർവീസ് ആയിരിക്കും. വലിയ ലാഭമൊന്നും കാണില്ല. പക്ഷേ ഗ്രാമങ്ങളിലൊക്കെ താമസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഇതുപോലെ ഫോറസ്റ്റിനുള്ളിൽ വില്ലേജുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് ഒരു സർവീസ് കാണും. ഇതുപോലെ സർവീസാണ് ഇപ്പം നമ്മൾ കണ്ടത്. എൻ്റെ മോനെ ഒരു രക്ഷയിലാട്ടോ. ഇത് വേറൊരു ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയർ. നമ്മൾ ഇന്നലെ പോയ സിംഗാര റൂട്ടിൽ പച്ചപ്പെന്ന് പറഞ്ഞൊരു പുൽമേട് പോലത്തെ ഒരു ടൈപ്പ് ആണെങ്കിൽ ഇവിടെ ഒരു പ്രത്യേകം ചെടിയാണ്, മൊത്തം ഇങ്ങനെ പടർന്നിങ്ങനെ കിടക്കുവാണ്. ഒരു മഞ്ഞ പൂവൊക്കെ ഉള്ളൊരു ചെടി. സോ നൈസ്. മസനഗുഡി ടൗണിൽ നിന്ന് 14 കിലോമീറ്ററാണ് മോയാർ വരെ. മോയാർ ഡാം വരെ 10 കിലോമീറ്ററേ ഉള്ളൂ. അവിടുന്ന് ഒരു 4 കിലോമീറ്റർ കൂടെ ആണെന്ന് തോന്നുന്നു മോയാർ വില്ലേജിലോട്ട്. നമ്മൾ വില്ലേജിലോട്ട് പോകുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. ഇപ്പം ജസ്റ്റ് ഈ റൂട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് മോയാർ ഡാം. എനിക്കത് നമുക്കിവിടം വരെ വരാൻ കഴിയത്തുള്ളൂ എന്ന് തോന്നുന്നു. ഡാമിലൊന്നും വെള്ളമില്ല. നമ്മളപ്പോൾ ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇവിടുന്ന് മുമ്പോട്ട് പോകാൻ നമുക്ക് പെർമിഷൻ ഉണ്ടെന്ന് അറിയത്തില്ല ഔട്ട്സൈഡേഴ്സിന്. സോ അതെന്തായാലും നമുക്ക് ചെക്ക് ചെയ്യണം. തൽക്കാലം ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകാം. അപ്പോൾ നമ്മളിവിടുന്ന് പോവാണ്. ഇവിടുന്ന് ഒരു ചായ കുടിച്ച് ഊളച്ചായ ആയിരുന്നു. തമിഴ്നാട്ടിൽ വന്നിട്ട് ഇതുപോലെ വെള്ളം ചേർത്തൊരു ചായ ഇതുവരെ ഞാൻ കുടിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് ഊട്ടി റോഡിലോട്ടാണ് അടുത്ത യാത്ര. നമുക്ക് ഈ മോയാർ ഡാമിൻ്റെ അടുത്ത് വരെ ഉള്ളൂ വരാൻ കഴിയത്തുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് ഉള്ളിലോട്ട് ട്രൈബൽ വില്ലേജാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്കുള്ള എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. നമ്മൾ വീണ്ടും ഊട്ടി റൂട്ടിലോട്ട് വന്നു. മസനഗുഡി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഈ റൂട്ടിലുള്ളൊരു സ്ഥലമാണ്. ഒരു പാലവും പിന്നെ അവിടുന്ന് ആ വഴിയിരുന്ന് ഫ്രണ്ടിൽ നിന്ന് മറ്റേ നീലഗിരി മലകളുടെ ഒരു വ്യൂ ഒക്കെ കിട്ടുന്നൊരു റൂട്ടുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. സെയിം ഈ ഊട്ടി റൂട്ട് തന്നെയാണ്. അതേ മാൻ അങ്ങനെ രാവിലത്തെ ആദ്യത്തെ സൈറ്റിങ് നമ്മൾ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ റൈഡിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നല്ല സൂര്യൻ ഇങ്ങനെ തെളിഞ്ഞ് നിൽപ്പുണ്ട്. അധികം ക്ലൗഡൊന്നുമില്ല. അത്യാവശ്യം നല്ല വീഡിയോസ് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ രാവിലത്തെ.
അങ്ങനെ നമ്മളങ്ങനെ വൈറലായിട്ടുള്ള ആ പാലത്തിനടുത്തെത്തി. അപ്പോൾ ഇതാണ് ആ സംഭവം. അത് നിങ്ങൾ മറ്റ് വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ തന്നെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് അടിപൊളിയാണ്. ഇവിടെ വരുന്നത് വർത്തായിട്ടുള്ളൊരു യാത്രയായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് കല്ലട്ടിച്ചുരം സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഫോറസ്റ്റ് റൈഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി ഇവിടെ നേരെ തിരിച്ച് ഹോം സ്റ്റേ. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. എന്തായാലും ഒരു അടിപൊളി റൈഡായിരുന്നു കേട്ടോ ഇങ്ങോട്ട്. ഞാൻ ലാസ്റ്റ് വന്ന സമയത്ത് കുറച്ചൊരു ഡ്രൈ ആയിട്ട് കിടന്ന ഫോറസ്റ്റ് ഇപ്പോൾ ഫുള്ള് പച്ചപ്പും ആ ഒരു തണുപ്പും പിന്നെ ഇന്ന് നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയും പിന്നെ കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. പറ ബൈ ബൈ. വെക്കേറ്റ് ചെയ്തു. ഇനി ബാക്ക് ടു ബാംഗ്ലൂർ. പോകുന്ന വഴിക്ക് നമ്മൾ ഗോപാലസ്വാമി ബെട്ട ആ റൂട്ടിലൊന്ന് കയറും. വെറും ഫോട്ടോ എടുക്കാൻ മാത്രം. ബൈ ബൈ മസിനഗുഡി. നമ്മളങ്ങനെ ബന്ദിപ്പൂരിനോടും ഇവിടെ പറയുകയാണ്. നമ്മളങ്ങനെ ഹിമവത് ഗോപാലസ്വാമി ബെട്ടയിലേക്ക് തിരുന്ന ജംഗ്ഷൻ എത്തി. ഇവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത്. നമ്മുടെ കൂടെയുള്ളവർ വന്നിട്ട് നമുക്ക് വയ്യ പോകാം. അതുവരെ നമുക്ക് ഈ സൂര്യകാന്തി പാടങ്ങളുടെ ഭംഗി ആസ്വദിക്കാം. നമ്മൾ റീൽസുകളിലും പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സ്ഥലം. അപ്പം അതുപോലെ നമ്മളിവിടെ നിർത്തി കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു, പോകുന്നു. നമ്മൾ നേരെ തിരിച്ചു പോവാണ്. നമ്മൾ ശിവനസമുദ്രപ്പുഴം ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ ഓൾറെഡി 2:30 ആയി. അപ്പോൾ അത് 5 മണിക്ക് ക്ലോസ് ആവും. സോ നമുക്ക് എന്തായാലും അവിടെ എത്താൻ കഴിയത്തില്ല. നമ്മളങ്ങനെ ഏകദേശം മൈസൂർ എത്താറായി. മൈസൂരിന് ഇനി 11 കിലോമീറ്റർ ഉള്ളത്. വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ മസിനഗുഡി റൈഡിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീണ്ടും പുതിയൊരു റൈഡ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.